RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയിൽ ഗുരുതര വീഴ്ചയെന്ന് DGPയുടെ റിപ്പോർട്ട്. കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന ADGPയുടെ അഭിപ്രായം DGP തള്ളി. ADGPയുടേത് രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിലെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി നാളെ മുഖ്യമന്ത്രിക്ക് കൈമാറും. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് വ്യക്തിപരമാണെന്ന ADGPയുടെ വാദം പൂർണ്ണമായി തള്ളുകയാണ് DGP. ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് കണ്ടെത്തൽ. അപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടിയിരിക്കുന്നു. എന്താണ് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വിനീത, സർക്കാർ നൽകിയ സമയപരിധി അവസാനിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കൈമാറിയത്. ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന് ആഭ്യന്തര സെക്രട്ടറി കൈമാറും. ഏതായാലും ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് മേധാവി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചെന്ന കണ്ടെത്തലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനൊപ്പം തന്നെ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അത് വ്യക്തിപരമെന്ന വിശദീകരണമായിരുന്നു DGPക്ക് നൽകിയത്. പക്ഷേ ആ വിശദീകരണം പോലീസ് മേധാവി പൂർണ്ണമായും തള്ളുകയാണ്. അത് വലിയ വീഴ്ച തന്നെയാണെന്ന കണ്ടെത്തലാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അതിനൊപ്പം തന്നെ PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. DIG നേരത്തെ PV അൻവറിൻ്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഏറ്റവും ഗുരുതരമായ വീഴ്ചകൾ ADGP MR അജിത് കുമാറിന് സംഭവിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ADGP MR അജിത് കുമാറിനെതിരെയുള്ള കുറ്റപ്പെടുത്തലുകൾ നിറഞ്ഞ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവി കൈമാറിയത്. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുക. ഏതായാലും ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റുന്നതിനൊപ്പം തന്നെ മറ്റ് കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്രയും ഗൗരവമുള്ള കണ്ടെത്തലുകൾ, അതിനപ്പുറത്തേക്ക് ഈ ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അത് വ്യക്തിപരമെന്ന ന്യായീകരണം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് DGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ കൈകളിൽ എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയായിരുന്നു. ഇടതുപക്ഷ സർക്കാരിലെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ADGP RSS നേതാക്കളെ കണ്ടത് ശരിയായില്ല, അതുകൊണ്ട് തന്നെ കർശന നടപടി വേണം എന്നാണ് CPI തുടക്കം മുതലെടുക്കുന്ന നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ മാനിക്കുന്നു എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം ഇന്നും പറഞ്ഞത്. നാളെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തന്നെ കൈമാറും. DGP നേരിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചേക്കുമെന്നും സൂചനകളുണ്ട്. ഏതായാലും നടപടിയിലേക്ക് പോകാതെ ഇനി തരമില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിൽ ഒതുങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കാരണം RSS നേതാക്കളെ കണ്ടത് ഗുരുതര വീഴ്ചയാണെന്ന് DGPയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുമ്പോൾ അത് ഇത്തരത്തിൽ ചുമതല മാറ്റത്തിൽ മാത്രം ഒതുക്കിയാൽ മതിയാകുമോ എന്നൊരു ചോദ്യവുമുണ്ട്. വിനീത, RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ ആ കൂടിക്കാഴ്ച അത് പ്രതിപക്ഷം ഇതിനോടകം തന്നെ ആയുധമാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് സഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. തിങ്കളാഴ്ച മുതൽ പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള നിലപാട് ഘടിപ്പിക്കും. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്. ഏതായാലും ആരോപണം നേരെ മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെ ADGPക്കെതിരെ കടുത്ത നടപടിയെടുക്കാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. കാരണം തിങ്കളാഴ്ച പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ എത്തിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം ADGP MR അജിത് കുമാറിനെതിരെ അതിനു മുമ്പ് നടപടി സ്വീകരിക്കുക എന്നത് മാത്രമാണ്. മാത്രവുമല്ല, CPI ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണ്. നേരത്തെ ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ADGP MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലത്തേക്കുള്ള ഒരു വെടിനിർത്തൽ CPI പ്രഖ്യാപിച്ചതും. ADGPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഒരു തരത്തിലും നടപടിയില്ലാതെ പിന്നോട്ടില്ല എന്ന നിലപാട് CPI അടക്കം LDFിലെ ചില ഘടകകക്ഷികളെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞു. ഏതായാലും ഇനി UDFന് ഒരു ആയുധം നൽകാൻ സർക്കാർ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ADGPയുടെ എതിരെയുള്ള നടപടി വൈകാതെ തന്നെ നാളെ ഇപ്പോൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചാൽ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള നിർദ്ദേശം സ്വാഭാവികമായും വരും. അതൊരു പക്ഷേ നാളെ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റന്നാൾ നിയമസഭയിൽ നടപടി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല. കാരണം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരികയാണെങ്കിൽ അതിന് മറുപടി എന്നോണം മുഖ്യമന്ത്രി ഈ നടപടി സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കും. അത്തരത്തിൽ ഏതു തരത്തിലുള്ള തന്ത്രങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം സഭാ സമ്മേളനമാണ്,
അവിടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രധാന ആയുധമാക്കി ADGP RSS കൂടിക്കാഴ്ച ഉയർത്തിക്കൊണ്ടുവരും. അത് എങ്ങനെ പ്രതിരോധിക്കാം എന്ന ഒരു ആലോചന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകളുമായി പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ട് അത് അതേ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടി സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. ഏതായാലും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇത്രയേറെ കോളിളക്കങ്ങൾക്ക് വഴിയൊരുക്കിയത്. അത് ഒടുവിൽ ഇപ്പോൾ ADGPക്കെതിരെയുള്ള റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി ADGPക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റുന്നതിൽ ഒതുങ്ങുമോ നടപടി എന്നാണ് അറിയേണ്ടത്. ഏതായാലും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗുരുതര വീഴ്ച പറ്റി ADGP MR അജിത് കുമാറിന് എന്ന് തന്നെയാണ് DGPയുടെ റിപ്പോർട്ടിലുള്ളത്. ഇക്കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്നുള്ള MR അജിത് കുമാറിന്റെ വാദം പൂർണ്ണമായും തള്ളുകയാണ് DGP. ആഭ്യന്തര സെക്രട്ടറിക്ക് DGPയുടെ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു. ഇനി ആഭ്യന്തര സെക്രട്ടറി അത് നാളെ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്യും. അതിനുശേഷം നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സുപ്രധാനമായ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു റോഷിപാൽ.